ഹലോ ആൻഡ് വെൽക്കം ടു ബൈനറി ബോർഡ്. സോ ഇന്നത്തെ സെക്ഷനിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ക്യൂ എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ്. സോ ക്യൂ ഈസ് എൻ അബ്സ്ട്രാക്റ്റ് ഡേറ്റ സ്ട്രക്ചർ. ഇറ്റ് ഈസ് സിമിലർ ടു സ്റ്റാക്സ്. അപ്പോൾ നമ്മൾ സ്റ്റാക്കിനെ കുറിച്ചിട്ട് പറഞ്ഞു. സ്റ്റാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ എൻഡ് മാത്രമേ ഓപ്പണിംഗ് ഉള്ളൂ. സോ നമുക്ക് ഇൻസേർഷൻ ഡിലീഷനും ഒരു എൻഡിലൂടെ മാത്രമേ നടക്കുള്ളൂ എന്ന് പറഞ്ഞു. ദെൻ സ്റ്റാക്കിനെ വെച്ച് നോക്കുമ്പം ക്യൂവിന് രണ്ട് എൻഡും ഓപ്പൺ ആണ്. അപ്പോൾ നിങ്ങൾ സാധാരണ അത് ക്യൂ എന്നുള്ള പേര് തന്നെ വരാൻ കാരണം എങ്ങനെയാണോ നമ്മൾ നോർമൽ ലൈഫിൽ ആ ക്യൂ വർക്ക് ചെയ്യുന്നത് ദ സെയിം വേ തന്നെയാണ് നമുക്ക് ക്യൂ ഡേറ്റ സ്ട്രക്ചർ വർക്ക് ചെയ്യാം. അപ്പോൾ വൺ എൻഡിലൂടെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം, വൺ എൻഡിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഡേറ്റേനെ റിമൂവ് ചെയ്യുന്നത്. സോ ഇൻസേർട്ട് ചെയ്യുന്നതിനെ നമുക്ക് എൻ ക്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞു. നിങ്ങൾ നോർമലി ഒരു ക്യൂ ഓഫ് വെഹിക്കിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെഹിക്കിൾസിൽ ആദ്യം വന്ന വെഹിക്കിളായിരിക്കും ഈ ഒരു ക്യൂവിൽ നിന്നും പുറത്തേക്ക് പോവുക. സോ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട് എന്നുള്ള മാനറിലായിരിക്കും ക്യൂ വർക്ക് ചെയ്യുന്നത്. സോ ദിസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ക്യൂ. സോ നമുക്ക് സ്റ്റാക്ക് പോലെ തന്നെ ക്യൂവും എന്തൊക്കെ ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നത് അറേസ് ഉപയോഗിച്ചിട്ടോ ലിങ്ക് ലിസ്റ്റോ പോയിൻറ്റേഴ്സോ സ്ട്രക്ചേഴ്സോ ഉപയോഗിച്ചിട്ടൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. സോ ഡേറ്റ ഇൻസേർട്ട് ചെയ്യാൻ ഒരു എൻഡ് ഉണ്ട്, ഡേറ്റ പുറത്തു പോകുന്നത് മറ്റൊരു എൻഡിലൂടെയാണ്. ഡേറ്റ ഇൻസേർട്ട് ചെയ്യുന്ന എൻഡിനെ നമ്മൾ റെയർ എൻഡ് എന്നും ഡേറ്റ പുറത്തേക്ക് പോകുന്ന എൻഡിനെ ഫ്രണ്ട് എൻഡ് എന്നും പറയാറുണ്ട്. സോ അപ്പോൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തഡോളജിയിലാണ് ക്യൂ വർക്ക് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ കാണാം. അപ്പോൾ ക്യൂ ഇവിടെ രണ്ട് പോയിൻറ്റേഴ്സ് ഉണ്ട്, ഫ്രണ്ട് എന്നുള്ള പോയിൻറ്ററും റെയർ എന്നുള്ള പോയിൻറ്ററും. അപ്പോൾ ഫ്രണ്ട് പോയിൻറ്റർ കറസ്പോണ്ടിങ് ടു ഡേറ്റ റിമൂവലിന് വേണ്ടിയിട്ടും റെയർ പോയിൻറ്റർ നമുക്ക് ഡേറ്റ ഇൻസേർഷന് വേണ്ടിയിട്ടുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പുതിയ ക്യൂ ഞാൻ ക്രിയേറ്റ് ചെയ്ത് ക്യൂ ഇറ്റ്സ് എൻ എംപ്റ്റി ക്യൂ. ദെൻ ആദ്യം ഞാൻ എനെ ഇൻക്യൂ ചെയ്യുന്നു. സോ എ ഇൻസേർട്ടായി. ദെൻ ബീനെ ഇൻക്യൂ ചെയ്യുമ്പം റെയർ എൻഡിലേക്കാണ് ബി ഇൻസേർട്ട് ആവുന്നത്. ദെൻ റെയറിനെ വീണ്ടും ഇൻക്രിമെൻറ്റ് ചെയ്ത് അടുത്ത മൂന്നാമത്തെ ഡേറ്റേനെ ഇൻക്യൂ ചെയ്തു. ദെൻ ഡി ഇൻക്യൂ ചെയ്യുമ്പം 4 ഡേറ്റ ഞാൻ ഇൻക്യൂ ചെയ്തു. സോ വെനെവർ ഐ കോൾ ഡി ക്യൂ വിളിക്കുമ്പോഴത്തേക്കും ഫ്രണ്ട് എൻഡിൽ ആദ്യം ഇൻസേർട്ട് ചെയ്ത എലമെൻറ്റ് ഏതാണോ അതാണ് ഡി ക്യൂ ആവുന്നത്. എഗെയിൻ ഡി ക്യൂ വിളിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന ബി എന്നുള്ള ഡേറ്റ ആയിരിക്കും റിമൂവ് ആവുക. സോ അപ്പോൾ അതുകൊണ്ടാണ് ഇതിലേക്ക് ആദ്യം ഇൻസേർട്ട് ചെയ്ത എലമെൻറ്റ് ആരാണോ അതാണ് നമുക്ക് ഫസ്റ്റ് റിമൂവ് ആവുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പളിലാണ് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് പറയുന്നത്. സോ അറേ റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യൂ നോക്കുമ്പോഴത്തേക്കും രണ്ട് പോയിൻറ്റേഴ്സ് ഉണ്ട്, ഫ്രണ്ടും റെയറും പോയിൻറ്റേഴ്സ്. അപ്പോൾ നമുക്ക് സ്റ്റാക്കിൻ്റെ ഒരു മാക്സിമം സൈസ് നിങ്ങൾ ആദ്യം തന്നെ സെറ്റ് ചെയ്ത പോലെ തന്നെ ഇവിടെ നമുക്ക് ക്യൂവിൻ്റെ കേസിലും ഒരു മാക്സിമം സൈസ് സെറ്റ് ചെയ്യണം. അപ്പം ഇൻസേർഷൻ ടേക്സ് പ്ലേസ് അറ്റ് റെയർ എൻഡും ഡിലീഷൻ ടേക്സ് പ്ലേസ് അറ്റ് ഫ്രണ്ട് എൻഡും ആയിരിക്കും. ഹിയർ മാക്സിമം സൈസ് എന്ന് പറയുന്നത് ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മാക്സിമം സൈസ് ഓഫ് ദി അറേ ഈസ് 6. സോ ഇൻസേർഷൻ നടക്കുന്നത് റെയർ എൻഡിലൂടെയാണ്, ഡിലീഷൻ ഫ്രണ്ട് എൻഡിലൂടെയാണ്. അപ്പം ഇതിൽ നിന്നും ഒരു എലമെൻറ്റ് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട് എൻഡിനെ എന്ത് ചെയ്യും, ഇൻക്രിമെൻറ്റ് ചെയ്യും. ഇപ്പോൾ കറണ്ട് സ്റ്റേറ്റിൽ ഫ്രണ്ട് പോയിൻ്റ് ചെയ്യുന്നത് ഈ 1 എന്നുള്ള ആ ഒരു ഇൻഡെക്സിലേക്കാണ് ഫ്രണ്ട് പോയിൻ്റ് ചെയ്യുക. ഈ ഒരു ഇൻഡെക്സിലേക്കാണ് നമ്മൾ ഫ്രണ്ട് നിൽക്കുക. ദെൻ വെനെവർ ഐ റിമൂവ്ഡ് ആൻ ഐറ്റം ഫ്രണ്ട് അടുത്തതിലേക്ക് പോയിൻ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ. സോ ഒരു എലമെൻറ്റിനെ ആഡ് ചെയ്യുമ്പോൾ കറൻ്റ്ലി റെയർ പോയിൻ്റ് ചെയ്യുന്ന ഇവിടെയാണ്. വെനെവർ ആൻ ആഡഡ് ന്യൂ ഐറ്റം ടു ദി ക്യൂ റെയർ എന്ത് ചെയ്യും, ഇൻക്രിമെൻറ്റ് ചെയ്യും. റെയർ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് ആ ഐറ്റത്തിനെ ഇതിലേക്ക് ഇൻസേർട്ട് ആവുകയും ചെയ്യും. സോ ഈ രീതിയിലാണ് അത് വർക്ക് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ആൻ അറേ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ക്യൂ. ഇനിഷ്യലി ക്യൂ എം ടി ആണ്, ഫ്രണ്ട് 0, ഫ്രണ്ടും 0, റെയറും 0. സോ എ ബി സി എന്ന് പറയുന്ന വാല്യൂസ് ഞാൻ ഇൻസേർട്ട് ചെയ്ത സമയത്ത് ഫ്രണ്ട് ഇവിടെ ആയിരിക്കും പോയിൻ്റ് ചെയ്യുക, റെയർ സിയിലായിരിക്കും പോയിൻ്റ് ചെയ്യുക, സി ഹോൾഡ് ചെയ്യുന്ന ആ ഒരു ലൊക്കേഷനിലായിരിക്കും ഹോൾഡ് ചെയ്യുക. ദെൻ എ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് മൂവ് ചെയ്തു, ഫ്രണ്ട് 2ലേക്ക് മൂവ് ചെയ്യും, റെയറിന് മാറ്റമൊന്നുമില്ല, റെയർ 3യിൽ തന്നെ. ദെൻ ഡിയും ഇയും ഇൻസേർട്ട് ചെയ്ത സമയത്ത് ഫ്രണ്ട് 2ൽ തന്നെ ആയിരിക്കും ഇരിക്കുക, ഫ്രണ്ടിൽ ചേഞ്ച് ഇല്ല കാരണം നമ്മളൊന്നും റിമൂവ് ചെയ്തില്ല. ഇ എന്ന് പറയുന്ന ഇൻസേർട്ട് ചെയ്ത് റെയർ 5ൽ വന്നു. സോ അപ്പം ഇവിടെ ഈ ഒരു കേസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ റെയർ, അതായത് നമ്മുടെ മാക്സിമം സൈസ് എന്ന് പറയുന്നത് എത്രയായിരുന്നു, 5 ആയിരുന്നു. അപ്പോൾ മാക്സിമം സൈസ് റീച്ച് ചെയ്തു. ഇനി ഫർദർ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു പുതിയൊരു ഡേറ്റേനെ ഇൻസേർട്ട് ചെയ്യാൻ പോസിബിൾ അല്ല. പക്ഷെ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഇവിടെ നമുക്ക് ഫ്രണ്ടിലൊരു സ്പേസ് കിടപ്പുണ്ട് എങ്കിൽ പോലും നമുക്ക് ഒരു പുതിയൊരു ഐറ്റത്തിനെ ഇതിലേക്ക് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഇൻസേർഷൻ നമുക്ക് റെയർ എൻഡിലൂടെ മാത്രമേ
ഉള്ളൂ. മറ്റൊരു കേസുള്ള ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ ബിയും സിയും ഡിലീറ്റ് ചെയ്തു, ബിയും സിയും ഡിലീറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ പോയിൻ്റ് ചെയ്യുന്നത് 4 എന്നുള്ള ഇൻഡെക്സിലാണ് ഫ്രണ്ട് പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോഴും നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ സ്പേസസ് ഉണ്ട്, പക്ഷേ ഇൻസേർഷൻ പോസിബിൾ അല്ല. ബിക്കോസ് ഇപ്പോൾ നമ്മളുടെ റെയർ പോയിൻ്റ് ചെയ്തിരിക്കുന്നത് മാക്സ് സൈസിലാണ്, അതായത് ക്യൂവിൻ്റെ മാക്സിമം ഇൻഡെക്സ് എത്രയാണോ അവിടെയാണ് നിൽക്കുന്നത്. ഇനി ഫർദർ നമുക്കതിൽ ഇൻസേർഷൻ പോസിബിൾ അല്ല. ഇതാണ് നമുക്ക് ക്യൂവിൻ്റെ ഒരു ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത്. സോ ക്യൂവിൽ നമുക്ക് പെർഫോം ചെയ്യാവുന്ന ബേസിക് ഓപ്പറേഷൻസ് എൻ ക്യൂ, ഇറ്റ് ആഡ് ആൻ ഐറ്റം ടു ദ ക്യൂ, ഡി ക്യൂ, റിമൂവ് ആൻ ഐറ്റം ഫ്രം ദ ക്യൂ. ദെൻ പീക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രണ്ട് ഓഫ് ദി ക്യൂവിൽ എന്താണോ ഉള്ളത് അതിൻ്റെ വാല്യൂവിനെ ഗെറ്റ് ചെയ്യുന്നതിനാണ്. ഈസ് ഫുൾ എന്ന് പറയുമ്പോൾ ക്യൂ ഫുൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു, ഈസ് എം ടി, ക്യൂ എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള അൽഗോരിതമാണ്. സോ പീക്ക് എന്ന് പറയുമ്പം ക്യൂവിൻ്റെ ഫ്രണ്ടിൽ എന്താണോ ഉള്ളത് അതിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്, ഫ്രണ്ട് ഓഫ് ദി ക്യൂവിലുള്ള ഡേറ്റ. ദെൻ ഈസ് ഫുൾ എന്ന് പറയുമ്പം ക്യൂ ഫുൾ ആണോ. അപ്പോൾ ഒരു ക്യൂ ഫുൾ ആവുന്നത് എപ്പോഴാണ്? ക്യൂവിൻ്റെ റെയർ പോയിൻ്റർ മാക്സ് സൈസിൽ എത്തുമ്പോഴാണ്. സോ നമ്മുടെ അറേ ഇൻഡെക്സ് നോർമലി നമ്മൾ 0 to n-1 n ഇസ് ദ സൈസ് ഓഫ് ദി അറേ എങ്കിൽ n-1 ആണ് അതിൻ്റെ ഇൻഡെക്സ് വേരി ചെയ്യുന്നത്. സോ റെയർ ഇസ് ഈക്വൽ ടു മാക്സ് സൈസ് -1. ദാറ്റ് മീൻസ് റെയർ ഇപ്പോഴും ഇവിടെ ഇപ്പം പോയിൻ്റ് ചെയ്തിരിക്കുന്നത് അറേയുടെ ലാസ്റ്റ് ഇൻഡെക്സിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇത് ക്യൂ ഫുൾ ആണെന്ന് പറയാം. ദെൻ എം ടി ആവുന്ന എപ്പോഴാണ്? എം ടി ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കേസിൽ ഇവിടെ എം ടി എന്നുള്ള കാര്യം നമുക്ക് പറയാം. അതായത് ഫ്രണ്ട് എന്ന് പറയുന്നത് <0, അതായത് ഇപ്പം ഒരു ഐറ്റവും ഇൻസേർട്ട് ചെയ്തിട്ടില്ല. ആ ഒരു കേസിൽ നമുക്ക് എന്താണ് ഈ ഒരു ക്യൂ ഫുൾ എം ടി ആണെന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഓൾറെഡി ഉള്ള കുറേ എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാ എലമെൻറ്റ്സിനെയും ഞാൻ റിമൂവ് ചെയ്തു. എൻ്റെ എലമെൻറ്റ്സിനെയും റിമൂവ് ചെയ്തു. റെയർ ഇവിടെയായിരുന്നു. ദെൻ അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്കിവിടെ 3, 4, 5, 6 and 7 ഇത്രയും എലമെൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനിതിൽ ഓരോ എലമെൻറ്റ്സ് ആയിട്ട് റിമൂവ് ചെയ്യും. അപ്പോൾ ഇനിഷ്യലി ഫ്രണ്ട് പോയിൻ്റ് ചെയ്യുന്നത് നമ്മളുടെ ഇവിടെയാണ്, റെയർ പോയിൻ്റ് ചെയ്യുന്നത് ഇവിടെ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് ഞാൻ ഓരോ എലമെൻറ്റ്സിനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഫ്രണ്ട് ഇപ്പോൾ ഇവിടെ പോയിൻ്റ് ചെയ്യും. സോ ഞാൻ ഓരോ എലമെൻറ്റിനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്ത് ഈ ഒരു പോയിൻ്റ് എത്തുമ്പം 1, 2, 3, 4, 5 ഫ്രണ്ട് ഇൻക്രിമെൻ്റ് ചെയ്ത് ഫ്രണ്ട് ഇപ്പോൾ പോയിൻ്റ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് 6 എന്നുള്ള വാല്യൂ ആയിരിക്കും. സോ ഈ കേസിലും എന്താണ് ആക്ച്വലി ഈ നമ്മുടെ ക്യൂ എം ടി ആണ്. സോ ആ ഒരു കണ്ടീഷനാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ റെയറിൻ്റെ വാല്യൂ 5ഉം ഫ്രണ്ടിൻ്റെ വാല്യൂ 6ഉം ആണ്. ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റെയർ എന്നുള്ള കണ്ടീഷൻ വരുമ്പോഴും ഫ്രണ്ട് <0 എന്നുള്ള കണ്ടീഷനിലും നമ്മുടെ ക്യൂ എം ടി ആയിരിക്കും. സോ ദെൻ എൻ ക്യൂ ഓപ്പറേഷൻ. അപ്പം ഇതിൽ എൻ ക്യൂ ഓപ്പറേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒരു പുതിയൊരു ഡേറ്റേനെ നമ്മൾ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഓപ്പറേഷനാണ് ഇൻ ക്യൂ ഓപ്പറേഷൻ. സോ 2 പോയിൻറ്റേഴ്സ് ഉണ്ട്, ഫ്രണ്ട് എന്നുള്ള പോയിൻറ്ററും റെയർ എന്നുള്ള പോയിൻറ്ററും. അപ്പോൾ ഇതിൽ നമുക്ക് രണ്ടിലും ഇത് നമുക്ക് സ്റ്റാക്കുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പം ഇൻ ക്യൂ ഓപ്പറേഷൻ നോക്കാം. അപ്പോൾ ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഡേറ്റേനെ എപ്പോഴും ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നത് ഇൻസേർഷൻ പോസിബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ്. അതായത് ഓൾറെഡി അത് ഫുൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ചെക്ക് ഇഫ് ദ ക്യൂ ഈസ് ഫുൾ. ക്യൂ ഫുൾ ആണെങ്കിൽ നമുക്ക് എന്താണ് പറയുക? ഓവർഫ്ലോ എന്ന് പറയാം, എക്സിറ്റ് ആവാം. അതല്ല, ക്യൂ ഫുൾ അല്ല എന്നുണ്ടെങ്കിൽ റെയർ പോയിൻ്ററിനെ ഇൻക്രിമെൻ്റ് ചെയ്യുക, നെക്സ്റ്റ് എം ടി സ്പേസിലേക്ക് പോയിൻ്റ് ചെയ്യുക, ആ ലൊക്കേഷനിലേക്ക് എലമെൻറ്റിനെ ആഡ് ചെയ്യുക, ദെൻ സക്സസ് റിട്ടേൺ ചെയ്യുക. ഇതെന്താണ് നമുക്കപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഇൻസേർഷൻ നടത്താൻ വേണ്ടിയിട്ട് പറ്റും. സോ ഈ സിനാരിയോ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കറൻ്റ്ലി നമ്മുടെ റെയർ പോയിൻ്റ് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിലേക്കാണ് റെയർ പോയിൻ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് എൻഡ്. സോ ഞാൻ പുതിയൊരു ഡേറ്റനെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യും? റെയർ മാക്സ് സൈസ് -1ലാണോ പോയിൻ്റ് ചെയ്ത് നോക്കും. അല്ലാന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്ന? റെയറിനെ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്ത് അടുത്ത ലൊക്കേഷനിലേക്ക് വരിക, ആ ലൊക്കേഷനിലേക്ക് പുതിയ ഡേറ്റേനെ ഇൻസേർട്ട് ചെയ്യുക. സോ ഇതിൻ്റെ അൽഗോരിതം എന്ന് പറയുന്ന ഈ രീതിയിലാണ്. നമ്മൾ സ്യൂഡോ കോഡിൽ എഴുതുമ്പോൾ റെയർ ഇക്വൽ ടു മാക്സ് സൈസ് -1 ആണെങ്കിൽ നമുക്ക് ഓവർഫ്ലോ എന്ന് പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ റെയറിനെ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യുക, ആ ലൊക്കേഷനിലേക്ക് ഐറ്റത്തിനെ കോപ്പി ചെയ്യുക.
സോ ഡി ക്യു ഓപ്പറേഷൻ. ഇപ്പോൾ ഡി ക്യു ഓപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഫ്രണ്ടിലിരിക്കുന്ന എന്താണോ അതിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് റിമൂവൽ പോസിബിൾ ആണോ. സോ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുക എന്താണ്, എം ടി ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുക. എം ടി ആണെങ്കിൽ നമുക്ക് പറയാം അണ്ടർഫ്ലോ ആണ്, എറർ പറഞ്ഞിട്ട് എക്സിറ്റ് ചെയ്യാം. അതായത് എന്തെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എറർ എം ടി അല്ല, അവിടെ ഐറ്റംസ് ഉണ്ട് എങ്കിൽ എവിടെയാണോ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോയിൻ്റ് ചെയ്യുന്നത് ആ ഡേറ്റിനെ ആക്സസ് ചെയ്യുക, ഫ്രണ്ടിനെ ഇൻക്രിമെൻ്റ് ചെയ്യുക. ഫ്രണ്ടിൻ്റെ വാല്യൂ ഇപ്പോൾ എന്താണോ ഫ്രണ്ടിൻ്റെ വാല്യൂ എന്താണോ അതൊന്നും കൂടി കൂട്ടുക. ഓക്കെ, അതാണ് ഡി ക്യൂവിൽ നടക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ട് പോയിൻ്റ് ചെയ്യുന്നത് എവിടെയാണ് അതിലുള്ള ഡേറ്റേനെ ആക്സസ് ചെയ്യുക, ഫ്രണ്ടിനെ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യുക. സോ അൽഗോരിതം ഇതാണ്. ഇഫ് റെയർ ലെസ് ദാൻ ഫ്രണ്ട് നമുക്ക് അണ്ടർഫ്ലോ പറയാം. ഇത് രണ്ട് രീതിയിൽ ഞാൻ പറയാം. മുന്നേ പറഞ്ഞ പോലെ ഫ്രണ്ട് ലെസ് ദാൻ 0 എന്നുള്ള കണ്ടീഷനിൽ നമുക്ക് എം ടി ആണെന്ന് പറയാം, ഓർ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റെയർ. ഈ രണ്ട് കേസിൽ നമുക്ക് അണ്ടർഫ്ലോ എന്ന് പറയാം. സോ ഈ രണ്ട് കേസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അണ്ടർഫ്ലോയ്ക്ക് വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലിരിക്കുന്ന ഐറ്റത്തിനെ നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഫ്രണ്ടിലിരിക്കുന്ന ആ ഒരു ഡേറ്റേനെ നമുക്ക് റിമൂവ് ചെയ്യേണ്ടുള്ള ഐറ്റം എന്നുള്ള വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുക, ഫ്രണ്ടിനെ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യുക. സോ ഇതാണ് നമ്മളുടെ ക്യൂവിൻ്റെ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ ക്യൂവിൻ്റെ മേജറായിട്ടുള്ളൊരു ഡ്രോബാക്ക് നമ്മൾ പറഞ്ഞു, ക്യൂ ഫുള്ളാണെങ്കിൽ ആ ഫസ്റ്റ് പോയിൻറ്റിലൊക്കെ നമുക്ക് എലമെൻറ്റ്സ് ഉണ്ട് എങ്കിലും അവിടെ സ്പേസ് ഉണ്ടെങ്കിൽ നമുക്കതിന് ഇൻസേർഷൻ നടക്കത്തില്ല. കാരണം നമുക്ക് ക്യൂവിൽ ഒരു എൻഡിലൂടെ മാത്രമാണ് ഇൻസേർഷൻ നടക്കുന്ന. ആ റെയർ എൻഡ് മാക്സിമം സൈസിലാണ് അതിൻ്റെ വാല്യൂ നിൽക്കുന്നതെങ്കിൽ ഫർദർ ഇൻസേർഷൻ പോസിബിൾ അല്ല. സോ അതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. സൈസ് ഓഫ് ദി ക്യൂ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ആൻഡ് ഓർഡർ ഓഫ് എൻ ക്യൂ ആൻഡ് ഡി ക്യൂ. അപ്പോൾ മെമ്മറി അവൈലബിൾ ആണ്, പക്ഷേ എൻ ക്യൂ പോസിബിൾ അല്ലാത്ത ഒരു സിറ്റുവേഷൻ വരും. ഇപ്പോൾ ഈ ഒരു കേസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഇവിടെയുണ്ട്, റെയർ ഇവിടെയുണ്ട്. സോ n-1 ലൊക്കേഷനിലാണ് റെയർ പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ ഇൻസേർട്ട് ചെയ്തു, ഓരോരോ എലമെൻ്റായിട്ട് ഇൻസേർട്ട് ചെയ്തു. ഇപ്പോൾ റെയർ എന്ന് പറയുന്നത് ഇപ്പോൾ എന്നിൽ നിൽക്കുകയാണ്. സോ എന്താണ് നമുക്ക് മാക്സിമം ഇതിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ എന്താണ് എൻ ക്യൂ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും എൻ ക്യൂ നടക്കുന്നത് ഓരോന്നിലും എൻ ക്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കാം. റെയർ എൻഡിലേക്ക് നമുക്ക് എൻ ക്യൂ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇവിടെ ഡി ക്യൂ ആയി റെയർ റീച്ചസ് ടു n-1 എത്തി. പക്ഷേ ഇവന്തോ ഇവിടെ നമുക്ക് ഫ്രീ സ്പേസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് അവിടേക്ക് ഇൻസേർഷൻ നടക്കത്തില്ല. കാരണം ഈ റെയർ എൻഡിലൂടെ മാത്രമേ നമുക്ക് ഇൻസേർഷൻ നടക്കുള്ളൂ. സോ ഇതിനെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യൂവിൻ്റെ ഫർദർ വെർഷൻസ് ആയിട്ടുള്ള സർക്കുലർ ക്യൂ ഉപയോഗിക്കാം. സർക്കുലർ ക്യൂ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം, ഡബിൾ എൻഡഡ് ക്യൂ ഉപയോഗിച്ചിട്ടും ഈ പ്രോബ്ലത്തെ നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. സോ ക്യൂവിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻസ് പറയുന്നത് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉപയോഗിക്കുന്നുണ്ട്, ഷെയർഡ് റിസോഴ്സസിൽ ഉപയോഗിക്കുന്നുണ്ട്, മൾട്ടി പ്രോഗ്രാമിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഇറ്റ് ആക്ട് ആസ് എ ഓക്സിലറി ഡേറ്റ സ്ട്രക്ചർ ഫോർ അൽഗോറിതംസ് ആൻഡ് അതർ ഡേറ്റ സ്ട്രക്ചേഴ്സിൻ്റെ ഒരു കമ്പോണൻ്റ് ആയിട്ടുമൊക്കെ ക്യൂസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ.